ഇന്ന് ദീപാവലി. നാടും നഗരവും ദീപാലങ്കാരമാകുന്ന ദിവസം. ഈ ദിനത്തിൽ കുടുംബത്തിന്റെ ഇരുട്ടകറ്റാനായി ബൾബുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി 13കാരൻ. ജന്മന ഓട്ടിസം ബാധിച്ച 17കാരനായ സഹോദരനും അസുഖബാധിതരായ മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ മുന്നോട്ടുപോക്കിന് വെളിച്ചമാവുകയാണ് രഞ്ജിത്ത്. ഇരുട്ടുമൂടിയ ജീവിതത്തിൽ വെളിച്ചം വിതറാൻ രാപ്പകൽ ഭേദമില്ലാതെ അധ്വാനിക്കുകയാണ് ഈ 8ാം ക്ലാസ്സുകാരൻ. വാണിയംകുളം കോതയൂർ സ്വദേശിയായ ചോലയ്ക്കൽ രഞ്ജിത്ത്. ഇരുൾ വീണ ജീവിതത്തിൽ പലകുറി പതറേണ്ടി വന്നെങ്കിലും ഇപ്പോൾ ആത്മവിശ്വാസം മുറുകെ പിടിക്കുകയാണിവൻ. വാണിയംകുളം TRK ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ കോതയൂർ ചോലയ്ക്കൽ വീട്ടിൽ രഞ്ജിത്താണ് ഈ കഥാനായകൻ. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ മണ്ഡലത്തിൽ നടത്തിയ മാനത്തോളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സൗജന്യമായി ബൾബ് നിർമ്മാണം രഞ്ജിത്തും മാതാവ് 50കാരിയായ രാജേശ്വരിയും പഠിച്ചെടുത്തത്. പരിശീലനത്തിൽ 13കാരന്റെ മികവും താൽപ്പര്യവും കണ്ടതോടെ ബൾബുകൾ നിർമ്മിക്കാനുള്ള യൂണിറ്റും ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ അനുവദിച്ചു നൽകി. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ രഞ്ജിത്ത് ബൾബ് നിർമ്മിക്കാൻ തുടങ്ങും. ഒരു കൈസഹായത്തിന് അമ്മ രാജേശ്വരിയും ഒപ്പമുണ്ടാവും. വാണിയംകുളം ടൗണിലും അയൽ വീടുകളിലും സ്കൂളിലുമൊക്കെയായി നിർമ്മിക്കുന്ന ബൾബുകൾ വിൽപ്പന നടത്തും. വിറ്റുകിട്ടുന്ന ലാഭം സഹോദരന്റെ ചികിത്സാച്ചെലവിനും കുടുംബത്തിന്റെ മുന്നോട്ടുപോക്കിനുമായി ഉപയോഗിക്കും. സൈക്കിളിൽ പോയാണ് ബൾബ് വിൽപ്പന. ഒരു ബൾബ് വിറ്റാൽ 30 രൂപ മുതൽ 50 രൂപ വരെ ലാഭം കിട്ടുമെന്ന് രഞ്ജിത്ത് പറയുന്നു. കിട്ടുന്ന ഓർഡറുകൾക്കനുസരിച്ച് ഉറക്കമൊഴിച്ചിരുന്ന് രഞ്ജിത്ത് ബൾബുകൾ നിർമ്മിക്കും. അവധി ദിവസങ്ങളിൽ ബൾബ് വിൽപ്പന തന്നെയാണ് രഞ്ജിത്തിന്റെ പരിപാടി. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വാണിയംകുളം TRKയിൽ പഠിക്കുന്നു. ഒഴിവുള്ള നേരത്ത് ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് സ്വയം തൊഴിലായിട്ട് എൻ്റെ അമ്മേനെയും ഏട്ടനെയും അച്ഛനെയും ഞാൻ നോക്കുന്നു. എൻ്റെ ഏട്ടന് വയ്യാത്തതാണ്, അച്ഛന് അമ്മയ്ക്ക് അച്ഛനും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് പറ്റണത് പോലെ എൻ്റെ കുടുംബത്തിനെ ഞാൻ നോക്കുന്നു. ഞാൻ LED ബൾബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ട്യൂബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് ഞാൻ വാണിയംകുളം ടൗണിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൂട്ടുകാരോ ടീച്ചർമാരൊക്കെ മേടിക്കാറുണ്ട്. പിന്നെ എൻ്റെ അമ്മ ചിലപ്പോൾ സഹായിക്കാറുമുണ്ട്. സ്വന്തം കുടുംബത്തെ നയിക്കുന്നത് 8ാം ക്ലാസ്സുകാരനായ ഇളയ മകനാണെന്ന് അഭിമാനപൂർവ്വമാണ് ഈ മാതാവും പറയുന്നത്. എൻ്റെ മൂത്ത മോൻ ഓട്ടിസത്തിൻ്റെ പ്രശ്നമുള്ള കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ഒരു ഇതിൽ ഒറ്റപ്പാലം VRCയുടെ കീഴിൽ ഒരു പരിശീലനം കിട്ടിയതാണ്. അതെൻ്റെ ചെറിയ മോനാണ് അത് ചെയ്യുന്നത്. LED ബൾബ് ഉണ്ടാക്കുന്നുണ്ട്, ട്യൂബ് ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാനും അവനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിനും എനിക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബൾബിൻ്റെ കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ അവനെ സഹായിക്കുന്നുണ്ട്. പ്രതിസന്ധി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളോട് പൊരുതി മുന്നേറുന്ന രഞ്ജിത്തിന് നാടിന്റെയും പിന്തുണയുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.